ഹായ് നമസ്കാരം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടിട്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇതുപോലുള്ള പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നാറികൾ ഈ കേരളത്തിൽ ഇനി രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല. പ്രായം ഒരുപാട് ഉള്ളത് കൊണ്ട് ഞാൻ ഇയാളെ വലുതായിട്ട് ഞാൻ എന്താ പറയാ തെറി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പറഞ്ഞു പോകും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടാൽ. കാരണം ഇവനിക്കും മകനുണ്ട്, ഇവനിക്കും മകന്റെ മക്കളുണ്ടാകും, ചെറുമക്കളുണ്ടാകും, എല്ലാവരുമുള്ള ഒരു ആളായിരിക്കും. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവരെ അത് ഇതുപോലെ റോഡിൽ തന്നെ കൈകാര്യം ചെയ്യണം. സ്ത്രീകളെയും കുട്ടികളെയും അതും നടു റോഡിലിട്ട് പരസ്യമായിട്ട് ആക്രമിക്കാൻ ചെന്നിട്ടുള്ള ഒരു പരമ ഊളയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് തിരുവനന്തപുരം വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ ശശി എന്ന് പറയുന്ന CPM-ന്റെ ഒരു അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് സെക്രട്ടറിയോ എന്തോ ആണ് ഈ ഒരു ഊള അവിടുത്തെ ഒരു കടയിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളോടും കുട്ടികളോടും വളരെ മോശമായ രീതിയിൽ അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വീഡിയോ. അതിൽ ഇവന്റെ കുഞ്ഞുമകന്റെ പ്രായമുള്ള ഒരു കൊച്ചിനെ ഇവൻ കരണത്തടിക്കുന്ന ഒരു വീഡിയോ. സത്യത്തിൽ ആ സ്ത്രീകൾ ആ ഇടത്തെ നിലപാടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തന്നെയാണ് കറക്റ്റ്. കാരണം ഇവനെയൊക്കെ നടു റോഡിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലണം. കാരണം ഇവനൊന്നും മനുഷ്യനല്ല, ഇവനൊന്നും പൊതുപ്രവർത്തകനാകാനായിട്ടുള്ള യാതൊരുവിധ യോഗ്യതയുമില്ല. എന്ത് തെമ്മാടിത്തരമാണ് ഈ പറയുന്ന ചെറ്റ ആ റോഡിൽ കാണിച്ചത്. ഇവൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇനി ഞാൻ വിശ്വസിക്കുന്ന സ്വന്തം പാർട്ടിയിലുള്ള ആളാണെങ്കിൽ പോലും ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചാൽ ഇവനെയൊക്കെ തെരുവിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നടു റോട്ടിൽ പട്ടിയെ തല്ലുന്ന പോലെ ചെരിപ്പൂരി തല്ലണം. എന്തായാലും ആ സ്ത്രീകൾ അത് തല്ലിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ഇത് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ CPM-ന്റെ സഖാക്കന്മാരോ അല്ലെങ്കിൽ പിന്നെ അനുഭാവികളോ ഈ ഊളയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനസാക്ഷിയുള്ള ഒരാളും ഈ നായിയെ സപ്പോർട്ട് ചെയ്യത്തില്ല. അത്രയ്ക്ക് ഊളത്തരമാണ് ഈ പരമചെറ്റ ആ റോഡിൽ വെച്ചിട്ട് ആ സ്ത്രീകളോടും ആ പൊടി കുഞ്ഞിനോടും കാണിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ മുഖം നോക്കിയാണ് ഈ ചെറ്റ അടിക്കുന്ന ആ ഒരു വീഡിയോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് അഭ്യാസം കണക്കിനാണ് അത് എന്ത് സ്ഥലമാണ് അഭ്യാസം കാണിക്കുന്നത്. എന്തിനാണ് ഈ നാട്ടുകാരെ മൊത്തം കാണിച്ചത്? അവിടെ നിന്ന് ഞാൻ ചേച്ചിയല്ല മോളുമല്ല. ബോർഡ് മാറ്റും മാറ്റില്ലേ പുറമ്പോക്കിൽ എടുപ്പിച്ചു പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ പരാതി. കടയിൽ കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്നാണ് പരാതി. വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്തെ തട്ടുകടയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. അതിക്രമം മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച കുട്ടിയെയും മർദ്ദിച്ചെന്ന പരാതിയിലുണ്ട്. കടയുടമ പോലീസിൽ പരാതി നൽകി. അന്ന് മുതൽ പ്രശ്നമാണ്. ഫോണെടുത്ത് മാറ്റണം. അപ്പൊ ആ വണ്ടിയുടെ സൈഡ് പൊക്കി വെക്കാൻ വേണ്ടി കല്ലെടുത്ത് വെച്ച് പൊക്കിക്കൊണ്ടുവന്നപ്പം ഞങ്ങളുടെ കുക്കിന്റെ അടുത്ത് പറഞ്ഞ് ഉടനെ ഇതിലേക്ക് മാറ്റണമെന്ന്. അയാൾ പറഞ്ഞു ഓ മാറ്റാം. അപ്പൊ ബോർഡ് മാറ്റണത് ഒരു ഇതാണ്, അതിന്റെ ഇടയിൽ കൂടെ വണ്ടിയും കൂടെ മാറ്റണമെന്ന് പറഞ്ഞു. ഓ ഞങ്ങൾ പറഞ്ഞ് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞോണ്ട് വന്നപ്പം ഞങ്ങള് നേരെ എന്റെ മരുമകളുടെ നേരെ കൈ വാങ്ങിക്കൊണ്ട് എന്റെ നെഞ്ചിൽ അടികൊള്ളുകയും ചെയ്തു, ഒരു ഇടി. വിവരങ്ങൾ നൽകാൻ സാന്ത്വന സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാന്ത്വന, എന്താണ് ഉണ്ടായത്?
രേഷ്മ, ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള ഒരു തട്ടുകടയാണിത്. ഈ കടയിൽ ഉണ്ടായിരുന്ന ആ കടയുടമയും അതുപോലെ തന്നെ കടയുടമയുടെ മരുമകളെയും ചെറുമകനെയും ആക്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ നിലവിൽ പറയുന്നത്. രേഷ്മ, ഈ സംഭവത്തിന് പിന്നിലുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഈ കട കുറച്ച് ഇത് വില്ലേജ് ഓഫീസിന് കുറച്ച് ഉള്ളിലേക്ക്, അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടയിൽ വരുന്ന ആളുകൾക്ക് ആ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നറിയാനായി അവരൊരു ബോർഡ് ഈ റോഡിനോട് സൈഡിലായി രാവിലെ കൊണ്ട് വെക്കാറുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയാണ് ഈ കടയുള്ളത്. അപ്പോൾ രാത്രി തിരിച്ചു പോകുമ്പോൾ ഈ ബോർഡ് എടുത്ത് തിരിച്ച് കടയിലേക്ക് ഇവർ വെക്കാറുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് വെള്ളനാട് ശശി എന്ന് പറയുന്ന ഈ CPM ജില്ലാ പഞ്ചായത്ത് അംഗം അവിടെ എത്തുകയും ഇവരോട് ഈ ബോർഡ് എടുത്ത് അവിടുന്ന് മാറ്റണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർ മാറ്റാമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ തൊട്ടടുത്ത ദിവസം രാത്രിയിൽ വന്ന് ഇവരില്ലാതിരുന്ന സമയത്ത് ഈ ബോർഡ് എടുത്ത് മറ്റൊരു കടയുടെ മുൻപിൽ കൊണ്ട് ഇട്ടു എന്നാണ് കുടുംബം പറയുന്നത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നാലെ തന്നെ തൊട്ടടുത്ത് ഇവര് ഈ കാര്യം അറിയുകയും പോയി ആ ബോർഡ് തിരിച്ച് ആ കടയുടെ മുമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സാധാരണ വെക്കുന്നത് പോലെ തന്നെ ഇവരുടെ കടയുടെ മുമ്പിൽ വെച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം, അതായത് ഇന്ന് വന്നിട്ട് ഇയാൾ ഉച്ചയായപ്പോഴേക്കും വന്നിട്ട് ഈ കടയുടെ ഫ്രണ്ടിൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു ആ ബോർഡും അതുപോലെ തന്നെ ആ കടയുടെ മുമ്പിലായി ചെറിയൊരു വാഹനത്തിൽ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആ വാഹനവും അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ തന്നെ ഈ കടയുടെ ഉടമ അതുപോലെ ഗീതയും അതുപോലെ തന്നെ ഗീതയുടെ മരുമോളും ഇറങ്ങി വന്നു. ആ സമയത്ത് ഇവരോട് ഇദ്ദേഹം തട്ടിക്കയറുകയായിരുന്നു. അതുപോലെ തന്നെ അവര് നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ അവരുടെ ദേഹത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒറ്റ ബഹളവും കേട്ട് ഇറങ്ങി വന്ന അവരുടെ ചെറുമകനും ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആ കുട്ടി ആ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ സംഭവം നടക്കുമ്പോൾ. അപ്പോൾ ആ കുട്ടിയുടെ നേരെയും ഇദ്ദേഹം കൈയോങ്ങുകയും അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ചതവ് സംഭവിച്ച ആ കുട്ടി വെള്ളനാട് ആശുപത്രിയിലാണ് ഉള്ളത്. മറ്റു 2 പേർക്കും സംഭവങ്ങളൊന്നും തന്നെ ഈ മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ. അതുകൊണ്ട് കുടുംബം പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തുടരന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് രേഷ്മ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ വലിയ കുത്തക മുതലാളിമാർ റോഡിന്റെ നെഞ്ചത്തേക്ക് കടകൾ ഇറക്കി വെച്ചാൽ ഇവിടെ ചോദിക്കാൻ ഒരു പട്ടികളുമില്ല. ഉപജീവനത്തിന് വേണ്ടി തട്ടുകട നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരലാണ് ഈ നേതാക്കന്മാരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടിത്തരം, ശുദ്ധ പോക്കർത്തരം. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇയാൾ ഓടി അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആ സ്ത്രീ കുത്തിന് പിടിച്ചിട്ട് പൊക്കി വെളിയിലേക്ക് എറിയുന്ന നാണം കെട്ട പരിപാടിയല്ലേ ഇതൊക്കെ. എന്തിനാണ് ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ റോഡിൽ കിടന്ന് അടിമേടിക്കുന്ന പ്രവർത്തികൾ ഇവരൊക്കെ കാണിച്ചു വെക്കുന്നത്? ഇവനൊക്കെ എന്ത് ജനപ്രതിനിധിയാണ്? ഇവനൊക്കെ എന്ത് ജനസേവനമാണ് ഈ നാട്ടിൽ നടത്തുന്നത്? നാണം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇതുപോലത്തെ ചില പുഴുക്കുത്തുകൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ഒരുത്തനും ഈ പ്രസ്ഥാനത്തിൽ ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും ഇരിക്കാനായിട്ടുള്ള അർഹത ഇല്ലാത്തവന്മാരാണ്. ഇവനെയൊക്കെ പറഞ്ഞു വിടണം, നിയമപരമായ രീതിയിൽ ശിക്ഷിക്കണം. കാരണം ആ കുഞ്ഞിന് ഇവൻ പിന്നെ അടിക്കുന്ന ദൃശ്യം ആ മൊബൈൽ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുഞ്ഞ് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്താണ് അതിന്റെ കൈക്ക് തട്ടുന്ന, പക്ഷെ അതിന്റെ മുഖത്താണ് ആ അടി കൊള്ളുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീകളോട് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം, ഇടിക്കാൻ വേണ്ടി കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്. ഇയാളൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇതൊക്കെ കേരളമാണോ? ഇത് കേരളത്തിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്താണ് നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ശക്തമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടി എന്റർടൈൻമെന്റ്.